Boeing, co-powered by Damro Furniture. Boeing, Boeing. ഹലോ നമസ്കാരം, ഗുഡ് ഈവനിങ്, വെൽക്കം, സ്വാഗതം, വണക്കം. ഇന്ന് ലോക തൊഴിലാളി ദിനമാണ്, മെയ് 1. എന്റെയും നിന്റെയും നമ്മുടെയും ഒക്കെ ദിനം, തൊഴിലാളികളുടെ ദിനം, അതായത് അധ്വാനിക്കുന്നവരുടെ ദിനം, അധ്വാനിക്കുന്ന ദിവസം. പക്ഷേ അധ്വാനിക്കാത്ത പണിയെടുക്കാൻ മടിയുള്ള ആൾക്കാരെ കൊണ്ട് നന്നായിട്ട് പണിയെടുക്കുന്ന രീതിയും കൂടെയാണ് ഇന്ന് ബോയിൽ വരാൻ പോകുന്നത്. കാരണം അതങ്ങനെ പണിയെടുപ്പിക്കാനായിട്ട് കുറച്ച് നല്ല പണിയെടുക്കാത്ത മടിയന്മാരായിട്ടുള്ള കുറച്ച് പെൺകുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് അധ്വാനിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞങ്ങൾ ഇരുത്തിക്കുകയാണ്. സോ ലെറ്റ്സ് ബിഗിൻ ദ ഷോ. ദാറ്റ് ഈസ് Boeing, Boeing, co-powered by Damro Furniture. അപ്പോൾ പതിവ് പോലെ ബോയിന്റെ നിങ്ങൾക്കായിട്ട് ഒരു സന്തോഷ വാർത്ത വീണ്ടും പറയുകയാണ്. കാരണം ഇതിലേക്ക് പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ 18-നും 30-നും മധ്യ പ്രായമുള്ള പെൺകുട്ടികൾ, ചുണക്കുട്ടികൾ, നിങ്ങളുടെ ഫോട്ടോയും സെൽഫി വീഡിയോയും ഈ നമ്പറിലേക്ക് അയക്കുക, 8089279522. അപ്പോൾ നിങ്ങൾ എനർജറ്റിക് ആണ് എന്ന് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ സ്വന്തം വാട്സ്ആപ്പ് വീഡിയോ, സ്വന്തം പ്രൊഫൈൽ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഈ നമ്പറിലേക്ക് അയച്ചു. എനർജിയോട് കൂടി ടീം എയും ടീം ബി ഇവിടെ റെഡിയാണ്. നമുക്ക് വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ആൻ എനർജൈസിംഗ് ഗേൾ ഫ്രം ടീം എ ആൻഡ് ടീം ബി. ഓക്കെ, എനിവേ നമുക്ക് ആദ്യം പരിചയപ്പെടാം. ആ താല്പര്യത്തോട് കൂടി തന്നെ ലെറ്റ്സ് വെൽക്കം അഖില. അഖില എന്ത് ചെയ്യുന്നു? ഞാൻ MBA കഴിഞ്ഞു, ഒരു പ്രൈവറ്റ് കമ്പനി വർക്ക് ചെയ്യാണ്. MBA ഏതാണ് ചെയ്യുന്നത്? MBA മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് ആണ്. എവിടുന്നാണ് അഖില? ഞാൻ അടൂരിന്നാണ്. അടൂർ എങ്ങനെയുണ്ട് നമ്മുടെ ബോയ് ഷോയുടെ അഭിപ്രായം? നല്ല അഭിപ്രായം. അവിടെ ഇതുപോലത്തെ ഫ്ലെക്സ് ബോർഡും ഇതൊക്കെ കണ്ടോ? ഇഷ്ടം പോലെ കണ്ടു. വെരി ഗുഡ്. അഖില ഇപ്പൊ പറഞ്ഞതുപോലെ, അഖിലയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു അഖിലയ്ക്ക് ഇതുപോലെ അഭിനയ രംഗത്തേക്ക് വരാൻ താല്പര്യമുണ്ടോ അല്ലേ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, പിന്നെ ചെറിയ രീതിയിൽ മോഡലിംഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡാൻസ് കളിക്കോ? ഡാൻസ് ഇല്ല, പാട്ടിട്ടാ ഏതെങ്കിലും ഒക്കെ കളിക്കും. ആ ഒരു സൂരജ് പറഞ്ഞ പോലെ ആ ഒരു എനർജിയാണ് വേണ്ടത്. ഓൾ ദ ബെസ്റ്റ്. അടുത്ത് നമുക്ക് പരിചയപ്പെടാം ടീം എയിൽ നിന്ന്. ലെറ്റ്സ് വെൽക്കം പൂജ. പൂജ എന്ത് ചെയ്യുന്നു? ഞാൻ ഡെന്റൽ സർജൻ ആണ്. ഡെന്റൽ സർജൻ ആണ്. ഏറ്റവും കൂടുതൽ വായി നോക്കുന്ന ആളാണ്. എത്ര വായി നോട്ടം ദിവസം നോക്കാറുണ്ട്? അതങ്ങനെ കണക്കൊന്നുമില്ല, ഇഷ്ടം പോലെ ഞാൻ വായി നോക്കും. ദീപനാണെങ്കിൽ രാവിലെ വൈകുന്നേരം വരെ വായി നോട്ടാണ്. പൂജയുടെ സ്ഥലം എവിടെയാ? പാലക്കാട്. ചൂട് എങ്ങനെയുണ്ട്? അധികം. പക്ഷെ ഇപ്പൊ വേനൽ മഴയൊക്കെ കിട്ടുന്നില്ലേ? ഇപ്പൊ 4-5 ദിവസമായിട്ട് കുറച്ച് കമ്മിയുണ്ട്, അത്രേ ഉള്ളൂ. പെട്ടെന്ന് കൂടട്ടെ. എല്ലാവിധ ആശംസകളും. നമുക്ക് ആ ചൂടോട് കൂടി തന്നെ പരിചയപ്പെടാം. ലെറ്റ്സ് വെൽക്കം അക്ഷയ. സൂരജ്, അക്ഷയ തിരിച്ചു വരാം. കാരണം അക്ഷയുടെ പേര് പറഞ്ഞപ്പോൾ എനിക്ക് കുറെ കഥകൾ ഓർമ്മ വരുന്നു. സൂരജ്, നിന്റെ പ്രേമം എന്ന് പറഞ്ഞ ഒരു 7-8 വർഷം ട്രെയിനിൽ നടന്ന് പ്രേമിച്ച കഥ, ഒരു അലൈപ്പായ സ്റ്റൈലില്? അങ്ങനെയൊന്നല്ല. കൃത്യമായിട്ടൊരു 5 വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഞാൻ വിവാഹിതനാകുന്നത്. ഇതിനിടയ്ക്ക് ബ്രേക്കപ്പ് ആയി? ഇല്ല, അതിന് മുമ്പാണ്. 5 വർഷം സാധിച്ചത്. അതൊക്കെ സംഭവിച്ചു. അങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത്. അവർക്കൊരു ഓൾ കേരള ചാമ്പ്യൻഷിപ്പ് നേടിയിട്ട് അതിന്റെ ട്രോഫി എടുത്തിട്ട് വരുമായിരുന്നു. അപ്പൊ ആ ട്രോഫിയെ പറ്റിയിട്ട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഞാൻ അന്നേരം RJ. അതായത് എല്ലാ പെണ്ണുങ്ങളോട് അടിക്കുന്ന നമ്പർ അവിടെ അത് ഈ ഒരു സാധനം കണ്ടപ്പോ ഇതിനെ പറ്റി ചോദിക്കാനുള്ളൊരു കാരണമായല്ലോ. ഇത് എന്തിനു കിട്ടിയതാണ്, എങ്ങനെ കിട്ടിയതാണ്. അങ്ങനെ പരിചയപ്പെട്ടപ്പോ ഈ അക്ഷയ എന്നുള്ള പേര് വളരെ റയറാണ്, അധികമായിട്ട് ഞാൻ കേട്ടിട്ടില്ല. സോ അത് മനസ്സിൽ കയറി. പിന്നെ ഞാൻ ആ പേര് ഫേസ്ബുക്കിൽ തപ്പിപ്പിടിച്ച് അതിലേക്ക് ചാറ്റ് ചെയ്ത് 1 കൊല്ലം വേണ്ട സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടി ഇല്ല. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്നുള്ളത് 1 വർഷം കേട്ടിട്ട് വീണ്ടും ആഞ്ഞു പിടിച്ചിട്ടാണ് പിടിച്ചു. പിന്നെ ഈ ട്രെയിനിൽ പോയി എന്നും കാണുന്നുണ്ട് ഒരു കഥ? ഒറ്റ തവണ കണ്ടിട്ടുള്ളൂ. ട്രെയിനോടാണ് നന്ദി പറഞ്ഞത്. അക്ഷയ, ഇതുപോലത്തെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? അങ്ങനത്തെ പ്രത്യേകിച്ച് അനുഭവമൊന്നുമില്ല. ട്രെയിനിൽ പോവാറുണ്ട്. ട്രെയിനിൽ പോകുമ്പോൾ നല്ല പയ്യന്മാരൊന്നും കാണാറില്ല? കാണാറൊക്കെ ഉണ്ട്. എന്താ ചെയ്യുന്നേ? ഞാൻ ബിടെക് പഠിക്കാം. ബിടെക് എന്താ പഠിക്കണേ? ബിടെക് ഞാൻ ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റ്. അടുത്ത് സപ്ലൈ കിട്ടിയാ? അങ്ങനെ ചോദിക്കരുത്. ആദ്യം സപ്ലൈ കിട്ടിയാ? കിട്ടി. അപ്പം പിടിക്ക്. നല്ല ബിടെക്കിന്റെ എല്ലാ ക്വാളിറ്റിയും. അക്ഷയ് പറഞ്ഞു അഭിനയ രംഗത്തേക്ക് വരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്നല്ലേ? എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പൊ ഈ കാസ്റ്റിംഗ് കോൾസ് ഒക്കെ വരുന്ന സമയത്ത് അയക്കാറുണ്ടോ ഓഡിഷനൊക്കെ? അയക്കാൻ ഞാൻ ടിക്ടോക്ക് ചെയ്തുള്ള പരീക്ഷണങ്ങൾ. ടിക്ടോക്കിലാണ്? ടിക്ടോക്ക് അപ്പോഴേക്ക് നിരോധിക്കുകയും ചെയ്തു. അപ്പൊ എന്തായാലും വളരെയധികം എനർജറ്റിക് ആയിട്ടുള്ള സ്മാർട്ട് പെൺകുട്ടികളാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ടീം എയിൽ. പക്ഷേ ഇനി ടീം ബിയിൽ നമുക്ക് പരിചയപ്പെടണ്ടേ? ടീം ബിയിൽ അടിപൊളി ടീമാണ്. ഏറ്റവും സൂപ്പറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന, പല കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, മോഡലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരുണ്ട് എന്റെ കൂട്ടത്തില്. ഒന്നാമത് ഞാൻ പരിചയപ്പെടുത്തുന്നത് സ്വാതി ഒരു MCA സ്റ്റുഡന്റ് ആണ്. എവിടുന്നാണ് വരുന്നത് സ്വാതി? കൊല്ലം. കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട. എവിടെയാ പഠിക്കുന്നേ? CET-ലാണ് പഠിക്കുന്നത്. അവിടുത്തെ എല്ലാ കുട്ടികൾക്കും ഒരു ഹായ് പറഞ്ഞേ. ഹായ്. തൊട്ടപ്പുറത്തിരിക്കുന്ന ആളാണ് അമൃത ഒരു MSc ഫിസിക്സ് സ്റ്റുഡന്റ് ആണ്. വെറും 99 രൂപ മാത്രം. എവിടെ പഠിക്കുന്നേ? CMS കോളേജ് കോട്ടയം. കോളേജിന്റെ ഭാഗം റെപ്രസെന്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പൊ കോളേജിന് വേണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞൂടെ? അക്ഷരം മുത്തശ്ശി CMSന്റെ എല്ലാ ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും എന്റെ ബിഗ് ഹായ്. വെരി ഗുഡ്. ദാറ്റ്സ് ദി സ്പിരിറ്റ്.
ആ ടീച്ചേഴ്സ് ഇപ്പൊ ഇരുന്നിട്ട് കൈയടിക്കുന്നുണ്ടോ അപ്പൊ MSc ഫിസിക്സ് പഠിക്കുന്ന സ്ഥിതിക്ക് ഫിസിക്സിൽ എത്രത്തോളം നോളജ് ഉണ്ട് ചോദിക്കാൻ വേണ്ടിട്ട് ന്യൂട്ടന്റെ 5 ചലന നിയമം പറഞ്ഞ അഞ്ചില്ല 3 ഉള്ളൂ ഇക്വേഷൻസ് കുട്ടിക്കാരെ മൂന്നല്ലേ എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ Every action has a- ഇങ്ങോട്ട് എനർജറ്റിക് ആയി നിന്നാ അങ്ങോട്ട് എനർജറ്റിക് ആയി അതാണ് നിൽക്കും. അതിപ്പോ ഇവിടെ ബാഹുബലിക്ക് വേണ്ടിട്ട് ഉപയോഗപ്പെടും അയ്യോ. ഈ സ്നേഹം ഒരാൾ അങ്ങോട്ട് നിങ്ങൾ സ്നേഹം തിരിച്ചു കൊടുക്കോ? ഇങ്ങോട്ട് സ്നേഹം കിട്ടും എന്താ ഉറപ്പ്? അല്ല അതല്ലേ തരുന്നത് അപ്പൊ അത് ഒരാൾ ഞാൻ സ്നേഹം തരുന്നു എന്ന് പറഞ്ഞ അവനെ തന്നു എന്താ അല്ല ഉറപ്പ്? അപ്പൊ ന്യൂട്ടന്റെ ചലന നിയമം തെറ്റിയില്ലേ അങ്ങനെ സ്നേഹം തന്നിരുന്നെങ്കിൽ പെട്രോൾ ഒഴിച്ച് ഇത്ര ആൾക്കാരെ കൊല്ലുവോ പെണ്ണുങ്ങളെ? എടാ. അതൊരു സ്നേഹമാണോ? ഇത് വേറെ ലെവലിലുണ്ട്. Very good, very good. അടിപൊളി. നമുക്ക് അടുത്ത ആളെ പരിചയപ്പെട്ടു. It is നക്ഷത്ര നക്ഷത്ര ദീപം തെളിഞ്ഞു. നക്ഷത്ര അമ്മു നക്ഷത്ര അമ്മു രണ്ടുപേരാണ്. ഏതാണ് വിളിക്കേണ്ടത്? അമ്മു എന്ന് വിളിക്കണോ നക്ഷത്ര എന്ന് വിളിക്കണോ? Ammo. അമ്മു. First, hi guys. Hi Hi. guys. Okay. How are you? Oh, Yeah, very good. fine. Perfectly good. You How both are are you? looking very great. Oh, thank you. Who's the best? Can I wear my glass? Then it will be more perfect. Who's the With glass, you're looking very smart. Oh, thank you. who's the Thank best? You too. Okay, thank you. You too, Brutus. Okay. I'm coming from Chennai. Okay. But my parents was in Kerala. But they will speak in home only Tamil. Okay, ഇനി ഇത്രയും அப்ப நீங்க தமிழ்ல பேசுங்க இங்கிலீஷ் நாம ரொம்ப சூப்பரா തമിഴ് இருக்கு ആക്ച്വലി തമിഴ് ഇവർക്ക് നല്ല தெரியும். Tamil தெரியுமா? எனக்கு ரொம்ப ஜாஸ்தியா தெரியும் எனக்கு எல்லா லாங்குவேஜஸும் கொஞ்சம் கொஞ்சம் தான் தெரியும். அப்ப நீங்க பங்களா സംസാരിക്കും ബംഗള இதெல்லாம் வராது. പിന്നെ എല്ലാ ലാംഗ്വേജും தெரியுது I know Telugu or Hindi. உருது பேசுங்க Urdu வராது. Hindi. ഹിന്ദി. ஹிந்தில பேசுங்க क्या बात करना भाई? അച്ഛാ बहुत अच्छा ഓക്കെ, അപ്പൊ എന്തായാലും വളരെയധികം ചുണക്കുട്ടികളാണ്. അതുപോലെ തന്നെ നിങ്ങൾ കുടുകുട ചിരിക്കാൻ തയ്യാറായിക്കോളൂ. ഇവരുടെ ഓരോ തമാശകളും അതുപോലെ ഇവരുടെ രസകരമായിട്ടുള്ള ഈ നിമിഷങ്ങളും ആസ്വദിക്കാൻ റെഡി ആയിക്കോളൂ. നമ്മുടെ ആദ്യ മത്സരം ആവേശത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. That is സവാരി ഗിരിഗിരി. സോ സവാരി ഗിരിഗിരിയിൽ മത്സരിക്കാൻ വേണ്ടി ടീം എയും ടീം ബിയും കട്ടക്ക് റെഡി ആയിരിക്കുന്ന പക്ഷേ സമയം അതിനു മുന്നേ നമുക്ക് പരിചയപ്പെടുത്തേണ്ട കുറച്ച് വ്യക്തികൾ ഇവിടെ ഇല്ലേ? That is ബാഹുബലി Bahubali Boys. Boys. അപ്പൊ സവാരിഗിരിയെ കുറിച്ച് നിങ്ങളോട് പറയണം, കാണുന്ന പ്രേക്ഷകർക്ക് അറിയാമെങ്കിലും ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. സവാരിഗിരിയിൽ നിങ്ങൾക്ക് കാണാൻ ഒരു കിക്കിംഗ് ഫ്ലോർ ആണിത്. ഇവിടെ 12 ബക്കറ്റ് വെള്ളം നിറച്ചിട്ടുണ്ട്. തൊട്ട് മുന്നേടിയായിട്ട് ലെഫ്റ്റും റൈറ്റും 2 ബക്കറ്റ് നിറച്ചിട്ടുണ്ട്. ടീം എ ആണ് ആദ്യം മത്സരിക്കാൻ വരുന്നത്. നിങ്ങൾ So, വരുന്ന ഇവിടെ സമയത്ത് നിന്ന് 2 ബക്കറ്റ് വെള്ളമായിട്ട് ഈ ഒരു പാത്ത് വേ കടന്നിട്ട് അവിടെ ഫില്ല് ചെയ്യാന്നുള്ളതാണ്. ടീം എയുടെ ബീക്കർ റൈറ്റ് സൈഡിലാണ്, ടീം ബിയുടെ ബീക്കർ ലെഫ്റ്റ് സൈഡിലാണ്. സോ അത് ഫില്ല് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. ടോട്ടൽ ഏറ്റവും കൂടുതൽ വെള്ളം നിറയ്ക്കുന്ന ടീമിന് 300 പോയിന്റ് ലഭിക്കും, ഓപ്പോസിറ്റ് ടീമിന് 0 ആയിരിക്കും. ഈ കിക്കിംഗ് ഫ്ലോർ ഫിനിഷ് ചെയ്ത് തിരികെ വന്നാൽ മാത്രമേ ടീമിൽ നിന്ന് അടുത്ത ആളിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സവാരിഗിരിയിൽ മത്സരിക്കാനായിട്ട് നമുക്ക് ഗംഭീരമായിട്ട് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ടീം എ, പ്ലീസ് കം. എനർജി നിങ്ങൾ. അപ്പൊ അഖിലയോട് ചോദിക്കുന്നു, ഈ മത്സരം കണ്ടിട്ടുണ്ടല്ലോ, കണ്ടിട്ടുണ്ട്. എന്താണ് ബാഹുബലി ബോയ്സിനെ കുറിച്ചുള്ള അഭിപ്രായം? ഭയങ്കര ക്രൂരന്മാരാണ്. പക്ഷേ തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞ ഇവരെല്ലാം കേൾക്കുന്നുണ്ട്, കാണുന്നില്ലെന്നേ ഉള്ളൂ. നല്ല മുത്തുകളാണ്, ചക്കരാണ്. ചക്കരൻ ആ ചേട്ടന്മാരോട് കുറച്ച് സ്നേഹത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അവര് മെതുവ ചേട്ടന്മാരുടെ അടുത്ത് എന്റെ ചക്കര ചേട്ടന്മാരല്ലേ. ഓക്കെ, അടുത്ത ആളുടെ കൊടുക്കും. പൂജ വീട്ടിൽ ബക്കറ്റും വെള്ളമൊക്കെ എടുക്കാറുണ്ടോ? അങ്ങനെ ചോദിച്ചാ ഞാനിപ്പോ ഇല്ല പറഞ്ഞത് മോശമാവും. ഒരു പണി ചെയ്യാറില്ല. ഇത് കാണുന്ന വീട്ടിലെ അമ്മ ചിന്തിക്കുക, മോൾ ഇവിടെ വന്ന് നല്ല ബക്കറ്റും വെള്ളമൊക്കെ എടുക്കുക, നമുക്ക് കണ്ടിട്ട് പറയാം. ഇവിടെ നിന്ന് ഒരു ബക്കറ്റ് എടുത്തിട്ട് അപ്പുറത്തോട്ട് മാറ്റി വെക്കാത്തോളാണ് ഇവിടെ നിന്ന് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പോണത്. ഇത് കണ്ടു കഴിയുമ്പോൾ അമ്മ പറയുന്നത്, നിന്നോട് ഞാൻ വീട്ടിൽ പണിയെടുക്കാൻ പറഞ്ഞ കേൾക്കാത്തതിന്റെ ബലമാണ് ഇവിടെ വരുന്നതിന് മുമ്പേ അമ്മ പറഞ്ഞു ഉണ്ടാവുന്ന കാര്യം. ഓക്കെ, അടുത്ത ആള് നമ്മുടെ സവാരിഗിരിയെ കുറിച്ചുള്ള അഭിപ്രായം. അയ്യോ ഭയങ്കര കഷ്ടമുള്ള ഗെയിമാണ് എനിക്ക് അയ്യോ. തോന്നുന്നു. പക്ഷേ ഈ കഷ്ടം ഇവിടെ കാണിക്കുന്നത് ടീമേ ഉഷാറാണ്. കഷ്ടമല്ല, ഇവിടെ ഇഷ്ടമാണ് വേണ്ടത്. We will win. ഡെഫിനറ്റ്ലി. സൂപ്പർ. ആദ്യം നമ്മുടെ ബോയിന്റെ സവാരിഗിരി മത്സരത്തിൽ ടീം എയിൽ നിന്ന് ആദ്യം വരാൻ പോകുന്ന അഖിലയാണ്. അഖില പോകുമ്പോൾ സെൻട്രലിലൂടെ പോവുക, ബക്കറ്റും വെള്ളമായിട്ട് പോവുക. കയ്യിൽ നിന്ന് ബക്കറ്റ് വെള്ളം പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ബക്കറ്റ് വെള്ളം എടുത്ത് തിരിച്ച് സെൻട്രൽ വന്നിട്ട് പോയി ആ സ്റ്റെപ്പ് ഇറങ്ങി റൈറ്റ് സൈഡിലുള്ള ബക്കറ്റിൽ ഫിനിഷ് ചെയ്തിട്ട് തിരികെ വരിക. തിരികെ വന്നാൽ മാത്രമേ അടുത്ത ആളിന് പോകാൻ സാധിക്കൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ബക്കറ്റ് വെള്ളം പുറത്തു പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മുക്കിയെടുക്കാൻ പാടില്ല. ഒരു തവണ പോയത് തന്നെ. ഓക്കെ, അഖില, ഓൾ ദ ബെസ്റ്റ്. ഓഡിയൻസ് നല്ലൊരു കൈയടി. Akhila, your time starts now. 3, 2, 1, go!
അങ്ങനെ ബാഹുബലിയെ ഇക്കിളിപ്പെടുത്തിക്കൊണ്ട് അഖില പോയി വന്നു. ഇനി നെക്സ്റ്റ് ആരാണ്? ഇനി പോകാൻ പോകുന്ന ടീം എയിൽ നിന്ന് പൂജയാണ്. ഓൾ ദ ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. അക്ഷയാണ്. അക്ഷയ, all the best to you. Your time starts now. 3 2 1 go. So again, മത്സരിക്കാനായിട്ട് നമ്മുടെ അഖിലയാണ്. അഖില, all the best to you. Your time starts now. 3 2 1 go. Pooja, again, Pooja. your time starts now. 3 2 1 go. അവസാനത്താണ് എന്റെ കണക്കൂട്ടൽ എവിടെയോ പിഴച്ചു. അക്ഷയ, നമ്മുടെ പൂജയും അഖിലയും പിന്നിലല്ല. സോ യു ആർ ഗോയിങ് ടു മുന്നിൽ. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. നമ്മുടെ ബോയും ബോയിൽ ആദ്യ മത്സരം സവാരിഗിരിയിൽ ടീമെ അതിഗംഭീരമായിട്ട് പോരാടി. എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള നമ്മുടെ സവാരിഗിരിയിൽ ഏറ്റവും കൂടുതൽ വാട്ടർ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരിക്കും. ഓക്കെ, എനിവേ, പക്ഷേ നമുക്ക് അധികം സന്തോഷിക്കാൻ സാധിക്കത്തില്ല. കാരണം ടീം ബി അതിഗംഭീരമായിട്ട് മത്സരിക്കാൻ പ്രിപ്പറേഷനിലൂടെ ഇരിക്കുകയാണ്. അതിനു മുന്നേ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയൂ. പൂജ, ഹൗ വാസ് എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയാണ് ഇവിടുന്ന് ആദ്യം വഴുക്കി വീണു, പക്ഷെ ആ ബക്കറ്റ് എടുത്തോണ്ട് ഒരൊറ്റ ഓട്ടം എങ്ങനെ സാധിച്ചു? ആ ബക്കറ്റ് ഫുൾ ആക്കണം എന്നൊരു എയിം ആയിരുന്നു. അടുത്ത ആള് അക്ഷയ. വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പിള്ളേരെ പറ്റി എന്താ പറയുന്നത്? ബാഹുബലി പാവല്ലേ? ഓക്കെ, അടുത്ത ആള് ഗംഭീരമായിട്ട് മത്സരിച്ചു. അഖില, കൊറേ നല്ല ഇടി കിട്ടിയിട്ടുണ്ട്. ഒരു മയത്തിനൊക്കെ ഇടിക്കായിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലും ജയിക്കണം. ഇതുപോലത്തെ ഇടി മുന്നേ ജീവിതത്തിൽ എവിടെയും കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. അച്ഛനും അമ്മയും നല്ല തല്ലി വളർത്തിയിട്ടില്ല, ഇതുവരെ തല്ലിയിട്ടില്ല. അവസരം ഉണ്ടാക്കിയിട്ടില്ല. ബാഹുബലി തന്നെ വരേണ്ടി വന്നു മൊത്തം തല്ലും കൊടുക്കാൻ. എനിവേ, ഇവർക്ക് കുറച്ച് ഇടിയൊക്കെ കിട്ടിയെന്ന് പറയാണ്. കുറച്ച് അവർക്ക് റെസ്റ്റ് കൊടുക്കാൻ നമുക്കൊരു ഇടവേളയ്ക്ക് പോകാനുള്ള സമയമാണ്. This is Boing Boing, co-powered by Damro Furniture. Have a short break.
വെൽക്കം ബാക്ക് ടു ദ ഷോ. ദിസ് ഈസ് ബോയിങ് co-powered by Damro Furniture. സൂരജ് ടീം എയുടെ മത്സരം കണ്ടോടാ? നിങ്ങളൊരു അളിയാ, മത്സരമായി നീ അത് കണ്ടിട്ട് തളർന്നോ? ഞാൻ കുറച്ച് തളർന്നിട്ടുള്ള, പക്ഷെ എന്റെ കുട്ടികളുടെ നേരത്തെ ആ ടോക്കിലെ എനർജിയിൽ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. പൊളിക്കില്ല നമ്മൾ. All the Welcome best, Team B. So please come. ഭയങ്കര support, heavy എന്താ support. എന്താ ഗ്രൗണ്ട് സപ്പോർട്ട് എന്ന് കണ്ടോ? പക്ഷെ നിങ്ങളോട് ഞാൻ പറയുന്നു, ടീമെ പച്ചവെള്ളം കൊണ്ടുപോയി നിറച്ച് പച്ച പിടിച്ചു. ഇനി നിങ്ങൾക്ക് തരാൻ പോകുന്ന ചുമന്ന വെള്ളമാണ്. പക്ഷെ ചുവപ്പ് എന്ന് പറയുന്നത് എപ്പോഴും രക്തത്തിന്റെ നിറമാണ്. അപ്പൊ രക്തം കണ്ട് തിരിച്ചു വരണ്ട, പക്ഷേ പോയിന്റ് എടുത്ത് തിരിച്ചു വരണം. നമ്മൾ എങ്ങനെയാണ് നിറച്ചിട്ടേ വരുള്ളൂ അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബാഹുബലി ബോയ്സിനോട് പറയണ്ടോ? ഇവർക്ക് റൊമാൻസ് എന്ന് ഭയങ്കര ഇഷ്ടം. കാരണം ഇവർക്ക് പെൺകുട്ടികൾ നിങ്ങളെ കാണാൻ പറ്റില്ല. ഇവിടെ വരുന്ന ഒരു പെൺകുട്ടികൾ അവർക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അവർക്ക് ആദ്യം ശബ്ദമേ കേൾക്കൂ. നിങ്ങളുടെ ശബ്ദവും അവർക്ക് ആകെ കിട്ടുന്ന ചാൻസ് പറഞ്ഞാൽ ഈ സ്പർശനേ സുഖം എന്ന് പറയില്ലേ? ദർശനേ ഇല്ലാത്തതുകൊണ്ട് ഈ സ്പർശനേ മാത്രമേ കിട്ടുന്നുള്ളൂ. പിന്നെ അതുപോലെ അതുകൊണ്ട് ചെവിയില് നിങ്ങൾക്ക് പറയാൻ വളരെ സ്വീറ്റ് ആയിട്ട് അവരോട് Sweet ആയിട്ട് പറയാം. നിങ്ങളുടെ ആ ഒരു ശബ്ദത്തിൽ ചിലപ്പോൾ അവർ വീഴും. റൊമാൻറ്റിക് ആയിട്ട് ഒരിക്കൽ കൂടെ പറ. Hey guys, please நாங்க வரும்போது கொஞ்சம் மெதுவா உங்க மூமெண்ட் கொடுங்க. ചേച്ചി വേറെ മൂഡില്ല. പക്ഷേ மெதுவா എന്റെ അഭിപ്രായത്തില് ഇവിടെ ബാഹുബലി ബോയ്സ് വീണതിനെക്കാളും ടീം ക്യാപ്റ്റൻ എവിടെയോ പാളിപ്പോയോ എന്നൊരു ഡൗട്ട്. അതെ, ഞങ്ങളുടെ ടീം വേറെ മൂഡിലായി. എന്തായാലും തമിഴിൽ പറഞ്ഞു. മലയാളത്തിൽ ആരെങ്കിലും ഒരാൾ കൂടെ പറഞ്ഞു. മലയാളത്തിൽ റൊമാൻറ്റിക് ആയിട്ട്, മലയാളത്തിൽ സ്വീറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നു കൂടെ? ചേട്ടാ ആ കുറച്ച് പെതിയൊക്കെ ഞങ്ങളെ നോവിക്കണേ. പക്ഷേ വേണ്ടായിരുന്നു. ഈ മലയാളത്തിൽ അല്ലല്ല, അവളുടെ റൊമാൻസ് ആയിട്ടില്ല. അപ്പൊ ആദ്യം മത്സരിക്കാൻ പോകുന്നത് ടീം ബിയിൽ നിന്ന് സ്വാതിയാണ്. സ്വാതി തകർക്കും, പൊളിക്കും, തിമിർക്കും. സ്വാതി, your time starts now. 3, 2, 1, go. ബക്കറ്റ് വിടല്ലേ? ഇറങ്ങി. ആ ഗുഡ് ഫിനിഷ്. Very good. Good job. Team B Team B യിൽ നിന്ന് again അമൃത. All the best to you, Amrita. Your time starts now. 3, 2, 1, go. ബക്കറ്റ് വിടരുത്. ചത്താലും ബക്കറ്റ് ഇടും. ഇറങ്ങിപ്പോ. അമൃത ഇറങ്ങിപ്പോ. അപ്പം good job അമൃത. That's the spirit, Amrita. Super. Very good job. നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. നക്ഷത്രയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഇതുവരെയും ബാഹുബലി ബോയ്സിന് അറിയില്ല ഇവിടെ ഇത്രയും സ്വീറ്റ് ആയിട്ട് തമിഴിൽ പറഞ്ഞത് ആരാണെന്ന്. ബാഹുബലി ബോയ്സ് ആ സ്വീറ്റ് കുട്ടിയാണ് വരാൻ പോകുന്നത്. സോ കൊഞ്ചം പാത്ത് മെതുവാ Okay. മെതുവാ പണ്ണു. Don't நான் worry. வர போறேன். கொஞ்சம் மெதுவா. Okay. നക്ഷത്ര അമ്മു ദേ വരാൻ പോറേ. നക്ഷത്ര, your time starts now. Now 3, 2, 1, go. മെതുവാ. ബക്കറ്റ് വിടരുത്. നക്ഷത്ര, don't miss it. നക്ഷത്ര, finish it. ബക്കറ്റ് വിടരുത്. Good job. Nice strategy. Good job. Super, നക്ഷത്ര. ഇവിടുന്ന് പകുതി വരെ മെതുവ കൊണ്ടുപോയി. അടുത്ത ആള് Again, സ്വാതി. All the best to റൊമാൻസ് you. ഓർമ്മിച്ചോ. ബക്കറ്റ് വിടരുത്. കാലൊക്കെ അതുപോലെ അന്ന നടയൊക്കെ ചെയ്ത് പോവാ. അന്ന നട അറിയാലോ? അന്ന നടയിൽ പോവാ. Ready? Your time starts now. 3, 2, 1, go. ബക്കറ്റ് വിടരുത്. അയ്യോ.
Good, Very good, good, very good, very good finish, very good finish. very good. അടുത്ത ടീം ബിയിൽ നിന്ന് പങ്കെടുക്കാൻ പോകുന്നത് അമൃത. അമൃത വർഷിനിയായിട്ട് ഇതേ പോവുകയാണ്. അമൃത തകർക്കണം, ബക്കറ്റ് Okay, വിടരുത്. all the best to you. Your time starts now. 3, 2, 1, go. അമൃത വിടരുത്, വിടരുത്. ആ ബക്കറ്റ് സേഫ്, ബക്കറ്റ് സേഫ്. അമൃത ഗുഡ് ജോബ് അമൃത, ഗുഡ് ജോബ് അമൃത. ഗുഡ് ഫിനിഷ്, സൂപ്പർ, Very good, very good, very good, very good, very good, very good. അടിപൊളി. നിങ്ങൾ പുലിക്കുട്ടികളാണ്, നിങ്ങൾ ഇത് കാണുക, എന്റെ പുലിക്കുട്ടികളെ കാണുക. അടിപൊളി, അടാറ്. ഔ, awesome. അടുത്ത് വീണ്ടും നമ്മുടെ ബാഹുബലി ബോയ്. എനിക്ക് കാണുമ്പോൾ തന്നെ എന്തോ ആവും. എന്തായാലും ഈ മത്സരം ഇപ്പോൾ ഒരു ടൈ പൊസിഷൻ ആണ്. ഇനി ഈ ടൈ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇയാൾക്ക് മാത്രമേ ഉള്ളൂ. Your time starts now. 3, 2, 1, go. Don't finish. കളയരുത്. നിരങ്ങിപ്പോ. സ്ലിപ്പായി പോ. സ്ലിപ്പ്. Finish. നക്ഷത്ര അമ്മു, സാധാരണ നമ്മുടെ ബാഹുബലി ബോയ്സ് ഇങ്ങനെ മധുരമായിട്ടൊക്കെ സംസാരിക്കുന്ന പെൺകുട്ടികൾ വരുമ്പോൾ അവർ കുറച്ച് പുഷ് ചെയ്യും. കാരണം അവർ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ത്വരയാണ്. പക്ഷെ ആദ്യം മനസ്സിലായില്ല. രണ്ടാമത് വന്നപ്പോഴാണ് ഇതാണ് ആ കുട്ടി എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ചെയ്തത്. എന്താണ് അവരോട് പറയാനുള്ളത്? രണ്ടാമത് അലേർട്ട് കൊടുത്തില്ല, ഞാനാ വരുന്നത്. എന്താണ് പറയാനുള്ളത്? என்னாச்சு நீங்க இப்படி பண்ணலாமா சொல்லுங்க. ഇത് കൊഞ്ചം ഓവറാ, നിനക്കേ തെരിയില്ലേ? അടുത്താണ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ബക്കറ്റ് കയ്യിൽ പോവരുതെന്ന് വിചാരിച്ചു പോയതാ, പക്ഷെ കയ്യിൽ നിന്ന് പോയി. പക്ഷെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഗുഡ് ജോബ്. വെരി ഗുഡ്. അടുത്താണ് അമൃത. 3 പേര് നന്നായി ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കിടിലായിരുന്നു. ഞാൻ ഒത്തിരി ഇടിയൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ കിട്ടിയില്ല. പക്ഷെ നിരങ്ങി പോയണ്ട് അധികം ഒന്നും കിട്ടിയില്ല. എന്തായാലും ടീം ബിയും ടീം എയും അതിഗംഭീരമായിട്ട് മത്സരിച്ചു. നമുക്ക് അവരെ കൂടെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ട് നമുക്ക് നോക്കാം ആരാണ് വിജയിച്ചത്. ടീം എ പ്ലീസ് കം. സവാരി ഗിരിഗിരി മത്സരം കഴിയുമ്പോൾ ടീം എയും ടീം ബിയും അതിഗംഭീരമായിട്ടുള്ള മത്സരം തന്നെയാണ്. കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായി. പക്ഷേ കൂലങ്കഷമായിട്ടുള്ള ഒരു വലിയൊരു സ്കാനിംഗ് തന്നെ ഇവിടെ വേണം. തേർഡ് പേരെ വെച്ചിട്ട് നോക്കേണ്ടതുണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കിയാലോ? Yes, ഓക്കെ. ഈ സവാരി ഗിരിയുടെ മത്സരത്തിൽ എനിക്ക് തോന്നുന്നു ഇതുവരെ ഇവിടെ ബോയിന്റെ ചരിത്രത്തിൽ ഇവിടെ ഇത്രയും ഭയങ്കര ഒരു നമ്മൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. ഇതിൽ ആരാണ് വിജയിച്ചെന്ന് പറയാൻ. ഈ ടൈ പൊസിഷൻ ആണെന്ന് വിചാരിച്ചു. പക്ഷേ ബ്രേക്കർ വേണ്ടി വന്നു. ചെറിയ ലാസ്റ്റ് നക്ഷത്രയുടെ ആ ഒരു പോക്കില്ലേ, അതിലൊന്നും കൂടി റൊമാൻറ്റിക് ആയിട്ട് ഒരു 2 തുള്ളി ഒരു 4-5 ഡ്രോപ്പും കൂടെ അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത്ര ഈ ഒരു പൊടിക്കാണ് നമുക്ക് മിസ്സായത്. അപ്പൊ എന്തായാലും ടീം എ ഈസ് ദ വിന്നർ. സോ ടീം എ കിട്ടിയിരിക്കുന്നത് 300 പോയിന്റ്സ് ആണ്. നല്ലൊരു കൈയടി പ്ലീസ്. ഈ സന്തോഷ തിമിർപ്പിനിടയിൽ ഞങ്ങൾ ഒരു ഇടവേള എടുക്കുകയാണ്. This is Boing co-powered by Damro Furniture. Have a short break. Yes, welcome back to the show. This is Boing co-powered by Damro Furniture. നമ്മുടെ ഒന്നാമത്തെ റൗണ്ട് കഴിഞ്ഞു. കടുകുമണികളുടെ വ്യത്യാസത്തിൽ നമുക്ക് 300 പോയിന്റ് മിസ്സായി. പക്ഷേ അതിലും വലിയ മണിയാണ് നമ്മൾ ഇവിടെ തൂക്കിയിരിക്കുന്നത്. മണി അടിക്കേണ്ടതാണ് ഇവിടുത്തെ ഗെയിം. ആ മണിയടിയുടെ പേരാണ് തോമസ് കുട്ടി വിട്ടോട. ടീം എ ടീം ബി ഓൾ ദ ബെസ്റ്റ്. ടീം എയിൽ നിന്ന് ആദ്യം മത്സരിക്കാൻ വരുന്നത് അഖില. ടീം ബിയിൽ നിന്ന് സ്വാതി. ഓൾ ദ ബെസ്റ്റ്. ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, റൺ കേട്ടതിന് ശേഷം മാത്രം ഓടുക. റൺ കേൾക്കുന്നതിന് മുന്നേ ഓടിക്കഴിഞ്ഞാൽ പണിഷ്മെന്റ് കിട്ടും. ചോദ്യം ഇതാണ്, റൺ കേട്ടതിന് ശേഷം മാത്രമേ ഓടാവൂ.
താമരാക്ഷൻ പിള്ള എന്ന് പേരുള്ള ബസ് ഏത് സിനിമയിലാണുള്ളത്? താമരാക്ഷൻ പിള്ള എന്ന് പേരുള്ള ബസ് ഏത് സിനിമയിലാണുള്ളത്? താമരാക്ഷൻ പിള്ള. Your time starts now. 3, 2, 1, go. ഇതിനകത്ത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ രണ്ടുപേരും അറ്റ് എ ടൈം ഒരുമിച്ചാണ് നിങ്ങൾ ഡോങ്ങിൽ അടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേർക്കും ഒരു പാട്ട് വെച്ച് തരും. അതിന് ഏറ്റവും സൂപ്പർ ആയിട്ട് ഡാൻസ് ചെയ്യുന്ന ആൾക്ക് ആ ഉത്തരം പറയാനുള്ള ഏറ്റവും കൂടുതൽ ഗംഭീരമായിട്ട് ഡാൻസ് കളിക്കുന്ന ആളിനാണ് ഉത്തരം പറയാനുള്ള അവസരം കിട്ടുന്നത്. ഓക്കെ, ടൈ പൊസിഷൻ ആയതുകൊണ്ട്. സോ മുരുക, മ്യൂസിക് പ്ലീസ്. നിങ്ങൾ എന്താണ്, നിങ്ങൾ രണ്ടുപേരും മുജ്ജന്മത്തിൽ ഒരു സയാമിസസ് ആയിരുന്നോ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഉത്തരം അറിയുമെങ്കിൽ പറയാം. ഓക്കെ, ഞങ്ങൾ ഉത്തരം പറയുമ്പോൾ മാത്രം പറയുക. ആദ്യം ആരാണോ പറയുന്നത് അവരാണ് ഉത്തരം. ശരിയാണെങ്കിൽ കിട്ടുന്ന പോയിന്റ് കിട്ടുന്നത്. ഞാൻ ചോദ്യം ഒരു കൂടെ ചോദിക്കും, ഉത്തരം പറയും. റെഡി പറയുമ്പോൾ ഉത്തരം പറയാം. ഓക്കെ, ചോദ്യം ഒരു കൂടെ. താമരാക്ഷൻ പിള്ള എന്ന പേരുള്ള ബസ് ഏത് സിനിമയിലാണുള്ളത്? ഓക്കെ, ഉത്തരം സ്വാതി. ஒரு நம்பர் பொண்ணு டஸ் 56 அதுக்கு கீழே சைபர் 2 சிலுக்கு நகரு முன்னா சந்தடா தாரு ரொட்டு செவப்பு கெட்டு புள்ளா வந்து சோஃபா செட்டு உட்கார்ந்து நீ காத்திருந்தா நான் வருவேண்டா தொடும்போது தன்னா வந்து கைகள் கிக்கோ என் கழுத்தில் மொத்தா வச்ச நெக்லஸ் மாட்டிக்கோ யாரு வந்து பார்த்தா என்ன டிவி இல்ல போட்டா என்ன அஞ்சலி கொஞ்சி கொஞ்சி என்ஜாய் பண்ணிக்கோ. സോമസുട്ടി വിട്ടോട മത്സരം കഴിയുമ്പോൾ ഇത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. കാരണം പരിശ്രമവും ആ മത്സരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡുമാണ് എപ്പോഴും അവസരം കിട്ടുന്നത്. ആ അവസരമാണ് ഇവിടെ നഷ്ടപ്പെട്ടത്. എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മള് പബ്ലിക്കിന്റെ ഭാഗത്തു നിന്ന് ആൾക്കാർ വരുമ്പോഴേക്ക് ഷോ ഡബിൾ എനർജറ്റിക് ആണ്. ഇവരുടെ എനർജി പറഞ്ഞാൽ വേറെ ലെവലാണ്. ആ എനർജിയോടെ ടീം ബിക്ക് കിട്ടിയിരിക്കുന്നത് 50 പോയിന്റ്സ് ആണ്. വെരി ഗുഡ്. അപ്പോൾ ഇനിയും ടീം എയോട് ഞാൻ പറയാണ്, അറച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ പോയി ഡോങ് അടിക്കുക. അറച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കുക, മൈക്കിന്റെ അടുത്ത് പൊസിഷനിൽ വന്നിട്ട് ഉത്തരം പറയുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. അടുത്ത ചോദ്യത്തിനും ഉത്തരം പറയാനുള്ള അവസരത്തിനായിട്ട് ടീം എയിൽ നിന്ന് വരുന്നു പൂജ. ടീം ബിയിൽ നിന്ന് അമൃത, പൂജ റെഡി? ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് കേട്ടിട്ട് ഉത്തരം ആലോചിച്ചിട്ട് മാത്രം പറയാം. ഓക്കെ, റൺ കേട്ടതിന് ശേഷം മാത്രം ഓടുക. അതായത് ഉപയോഗിക്കും തോറും നീളം കുറഞ്ഞ് ഇല്ലാതാവുന്ന സാധനം. ഉപയോഗിക്കും തോറും നീളം കുറഞ്ഞ് ഇല്ലാതാവുന്ന സാധനം. Your time starts now. 3, 2, 1, go, run. ടീം എയിൽ നിന്ന് പൂജയാണ് ഡോങ്ങിൽ ഹിറ്റ് ചെയ്തിരിക്കുന്നത്. ഉപയോഗിക്കും തോറും നീളം കുറയുന്ന സാധനം എന്ത്? തീപ്പെട്ടി. തീപ്പെട്ടി. തീപ്പെട്ടിയാണോ ഉപയോഗിക്കുന്നത്? നീളം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചന്ദനത്തിരി. മുരുക, ഈ ഉത്തരം കറക്റ്റ് ആണോ? ഉത്തരം എന്ന് പറയുന്നത് മെഴുകുതിരിയാണ്. എനിക്ക് തോന്നുന്നു മെഴുകുതിരി മാത്രമല്ല, ചോക്കും പറ്റില്ലേ? ചന്ദനത്തിരി, ചോക്ക്, മെഴുകുതിരിയൊക്കെ ഉത്തരം ശരിയാണ്. മുരുക, ഉത്തരം അത് കൊടുത്തൂടെ? ശരിയല്ലേ? அங்க பண்ண ராட்டு தானே எல்லா கோட்டுக்குள்ள தப்பு தானே நானும் ஊருக்குள்ள தப்பு பண்ண வாய ஒச்சி தட்டு வேண்டாம் என் மனசுக்குள்ள வில்லனுக்கு ஈவு இறக்கம் இல்ல டமாலே டமாலே டுமிலே 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 டமாலே 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 டுமிலே 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 டமாலே. ടീം എക്കാണ് 50 പോയിന്റ്സ് കിട്ടിയിരിക്കുന്നത്. വെരി ഗുഡ്. ഉപയോഗിക്കും തോറും നീളം കുറയുന്ന സാധനം എന്തൊക്കെ? ഒരുപാട് സാധനങ്ങളുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന സാധനം എന്ന് പറയുന്നത് മെഴുകുതിരിയായിരുന്നു. പക്ഷേ ചന്ദനത്തിരി പറഞ്ഞു, അതുപോലെ ചോക്കുണ്ട്, അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. പക്ഷെ അതിൽ ഉത്തരം ശരിയായതുകൊണ്ട് 50 പോയിന്റ്സ് ടീം എക്ക് കിട്ടിയിരിക്കുകയാണ്. വെരി ഗുഡ്. രണ്ടാമത്തെ ചാൻസിലാണ് പറഞ്ഞത്, എന്നാലും പോട്ടെ, എടുത്തോ. എനിവേസ്, ടീം എക്ക് അടുത്ത ടീം എക്കും ബിക്കും അവസാന ചോദ്യത്തിനുള്ള അവസരമാണ്. ടീം എയിൽ നിന്ന് പങ്കെടുക്കുന്നു അക്ഷയ. ടീം ബിയിൽ നിന്ന് നക്ഷത്ര.
ചോദ്യം ചോദിക്കാം, പക്ഷെ ഇതെന്തായാലും കണ്ടു കാണും, ഒരു സിനിമ റിലേറ്റഡ് ആണ്. സോ ചോദ്യം ഇതാണ്, ഒരിക്കൽ കൂടെ പറയുന്നു, റൺ കേട്ടതിന് ശേഷം മാത്രം പോയി അടിക്കുക. പച്ചാളം ഭാസി ഏത് സിനിമയിലെ കഥാപാത്രമാണ്? ജഗതി ചേട്ടൻ പറയുന്നത്. പച്ചാളം ബാസി എന്ന ജഗതി ചേട്ടന്റെ കഥാപാത്രം ഏത് സിനിമയിലാണ്? നവരസങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 റൺ. സിനിമ കണ്ടിട്ടുണ്ടോ? മറ്റേ മോഹൻലാലിന്റെ ആ അത് തന്നെ, മറ്റേ മോഹൻലാൽ, മറ്റേ ഒറിജിനൽ മോഹൻലാൽ അല്ല, മോഹൻലാൽ. ഭരത് മോഹൻലാൽ. ഒരു മോഹൻലാലേ ഉള്ളൂ. ആ. ആരും പറഞ്ഞു കൊടുക്കരുത്, മുഖത്തൊന്നും ഉണ്ടാവരുത്. മോഹൻലാൽ എന്ന താരത്തിന്റെ സിനിമ അറിഞ്ഞുകൊണ്ടെങ്കിൽ പിന്നെ എന്തോന്നാണ്? മുരുക, ഇത്ര ശരിയാണോ? നക്ഷത്രം ഗ്രഹവും എല്ലാം വെള്ളത്തിലായി, സന്തോഷായി. എന്തൊക്കെയായിരുന്നു പോക്ക്. ഒരു കാര്യം, നക്ഷത്ര ഫീലിംഗിന് വീഴ്ത്തിച്ചല്ലോ ബാഹുബലിയെ. ഇവിടെ വീണ്ടും ഫീലിംഗ് കാണിക്കാനുള്ള ഒരു പണിഷ്മെന്റ് ആണ്. കാരണം നിങ്ങൾക്ക് ഡോങ്ങിൽ അടിക്കാനും പറ്റില്ല, ഉത്തരം പറയാനും സാധിച്ചില്ല. അതുകൊണ്ട് നക്ഷത്രയ്ക്ക് നല്ലൊരു പണിഷ്മെന്റ് ആണ്. ഏത് ടൈപ്പ് മ്യൂസിക് ആണെന്ന് അറിയില്ല. മുരുക, മ്യൂസിക്. തോമസ് കുട്ടി വിട്ടോട റൗണ്ടിൽ മത്സരം അവസാനിക്കുമ്പോൾ ടീം എ നേടിയിരിക്കുന്ന 100 പോയിന്റ്സ്, ടീം ബി 50. പക്ഷേ ഈ ആഘോഷത്തിന് ഞങ്ങൾക്ക് ചെറിയൊരു ഇടവേളയുടെ സമയമാണ്. This is Boing Boing co-powered by Damro Furniture. Have a short break. Yes, welcome back to the show. This is Boing Boing co-powered by Damro Furniture. അങ്ങനെ 2 റൗണ്ടുകൾ കഴിഞ്ഞു. നിങ്ങളിപ്പോ വല്ലാണ്ട് ലീഡ് ചെയ്ത് നിൽക്കുന്നു, ഞങ്ങൾ വളരെ താഴെ നിൽക്കുന്നു. അപ്പൊ പോയിന്റുകൾ മാറി മറിയാൻ ഇടയുള്ള റൗണ്ട്, ഏറ്റവും എൻജോയ് ചെയ്യുന്ന റൗണ്ട്, ദാറ്റ് ഈസ് താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരത്തിനെ കുറിച്ച് പറയാൻ ഏറ്റവും കൂടുതൽ ചിരി പൂരത്തിനുള്ള സമയമാണ് താമരശ്ശേരി ചുരം. നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷനിലേക്ക് പോകാം. ഓൾ ദ ബെസ്റ്റ് ഗൈസ്. ടീം എയും ടീം ബിയും താമരശ്ശേരി ചുരം കയറാനായിട്ട് റെഡി ആയി കഴിഞ്ഞു. ഓൾ സെറ്റ്. ഇനി നിങ്ങൾക്ക് കയ്യിൽ നിങ്ങളുടെ ബോൾസ് എടുക്കാം. താമരശ്ശേരി ചുരം കയറാനുള്ള സമയമാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 ഗോ. Good job, good job. Good job, good job. Good job, good job.
കൊടുക്കൂ. Good job, good job. കേറോ അമൃത കേറോ. ഗുഡ് ഗുഡ് ഗുഡ്. Good job. careful ആയിട്ട് ball പിടിക്ക്. Last 1 minute. നക്ഷത്ര എന്തായി നോക്കിക്കണ കേറ്. സ്വാതി ഗുഡ് ജോബ്. Last 10 seconds. Last 9, 10 seconds. 9, 8, 7, 6, 5, 4, 3, 2, 1. 0. Time out. അപ്പൊ താമരശ്ശേരി ചുരം രണ്ട് ടീമും മുകളിലെത്തി, ഒരു കണക്കിന് മേലെത്തി. ഇനി താമരശ്ശേരി ചുരം ഇറങ്ങാനുള്ള സമയമാണ്. ടീം എ ടീം ബി താമരശ്ശേരി ചുരം ഇറങ്ങിക്കോളൂ. താമരശ്ശേരി ചുരം കയറി ഇറങ്ങി വന്ന ഇവരുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. സപ്പോർട്ട് ഇല്ലെങ്കിൽ ടീം സപ്പോർട്ട് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും പറ്റൂല. ഓക്കെ, ഈ ടോട്ടൽ ബോയിങ് ഗെയിംസ് ഇവിടെ അവസാനിക്കുമ്പോൾ എന്താ ഫീൽ? അയ്യോ അടിപൊളിയാണ്. മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. ഉറപ്പായിട്ടും ഇനി മറക്കാൻ പറ്റാത്ത. കോളേജിലൊക്കെ ചെന്ന് കൂട്ടുകാരോടൊക്കെ പറയോ? പിന്നെ പറയാതെ. ഓക്കെ, അടുത്ത ആള്. ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഇത് എപ്പോഴും ഓർക്കാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ആണ് അല്ലേ? വെരി ഗുഡ് വെരി ഗുഡ്. കിടലം. അടുത്ത ആള്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും, ഒരു ടെൻഷനും ഇല്ലാതെ. ഓക്കെ, ടെൻഷൻ ഉണ്ടായിരുന്ന ടെൻഷനൊക്കെ ഇവിടെ കളഞ്ഞു. എല്ലാം പോയി. വെള്ളത്തിലാണ് കളഞ്ഞത്, ഈ ഇതിലാണ് കളഞ്ഞത്. എല്ലാത്തിലും പോയി. ഇപ്പൊ ഫുൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. തീർച്ചയായിട്ടും പോയി മിസ് ചെയ്യോ? ശരിക്കും മിസ് ചെയ്യും. ഇവിടെ ഒരാൾ നക്ഷത്രം എണ്ണീട്ടിരിപ്പുണ്ട്. പറഞ്ഞേ എന്താ നക്ഷത്ര? It's very tough, really. Wow.
feeling very happy. Okay. But I am very bad about you, very sad about you. But he was very cool about Because me. he is opposite team. We are same team. You lost. But I am 100% happy, darling. Thank you. അടുത്താണ് നെക്സ്റ്റ്. എന്താ പറയാ, നല്ല രസമുണ്ടായിരുന്നു. എന്താണ് രസം? അല്ല, ടാസ്ക് ഒക്കെ കൊള്ളായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ചേരുന്നത്. അടുത്താണ്. ഇതുപോലൊരു എക്സ്പീരിയൻസ് ഈ ഒരു സ്റ്റേജിലേക്ക് കിട്ടും. വേറൊരു ഗെയിം ഷോയിലൊന്നും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ വിചാരിച്ചത് ഞാൻ കേറിപ്പോണു താഴെ വരുന്നു. പ്രതീക്ഷകൾക്കപ്പുറത്താണ് ബോയ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള, കാരണം സാധാരണ മത്സരങ്ങളിൽ സെലിബ്രിറ്റീസ് വന്നാണ് ഇവിടെ ആഘോഷമാക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളുടെ ചോദ്യം പോലെ തന്നെയാണ് പ്രേക്ഷകർ വന്ന് പങ്കെടുക്കുന്ന എപ്പിസോഡും വളരെ ഗംഭീരവും ആഘോഷവും തന്നെയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. പോയിന്റ് ഞാൻ വളരെ ഭംഗിയായിട്ട് പറയാം, സന്തോഷത്തോടെ പറയാം. ഒന്നാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോ ടീം എ 300 പോയിന്റ്, ടീം ബി 0 പോയിന്റ്സ്. രണ്ടാമത്തെ റൗണ്ടിൽ ടീം എ 100 പോയിന്റ്സ്, ടീം ബി 50 പോയിന്റ്സ്. ഓക്കെ. മൂന്നാമത്തെ റൗണ്ടിൽ ടീം എ 400 പോയിന്റ്സ്, ടീം ബി 200 പോയിന്റ്സ്, ടോട്ടൽ ടീം എ 800 പോയിന്റ്സ്. ടീം എ നേടിയിരിക്കുന്നത് 800 പോയിന്റ്സ്. നല്ലൊരു കൈയടി പ്ലീസ്. ടീം ബി 250 പോയിന്റ്സ്. വെരി ഗുഡ്. എന്തിന്, ആർക്ക്? തീർച്ചയായിട്ടും ഇതൊരു മത്സരമാണെങ്കിലും ഇത് നമുക്കൊരു ഉത്സവമാണ്. നിങ്ങൾ വരുന്ന ആൾക്കാരും ഞങ്ങൾ എല്ലാവരും ചേർന്ന് എൻജോയ് ചെയ്യുന്ന ഒരു മുഹൂർത്തമാണിത്. സോ നമ്മൾ ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും അടിപൊളി, നിങ്ങളുള്ള സൂപ്പർ എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്. മറ്റൊരു ദിവസം ഇതുപോലത്തെ സ്മാർട്ട് ഗേൾസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഇന്നത്തേക്ക് പോകാനുള്ള സമയമാണ്. This is Boy co-powered by Damro Furniture. It's me, Deepan, signing off. And Suraj. Bye-bye. Take care. Good night. Love you all.